കോഴിക്കോട്ട് ചികിത്സാ പിഴവ് കാരണം രോഗി മരിച്ച സംഭവത്തിൽ അറസ്റ്റിലായ വ്യാജ ഡോക്ടറെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. കോട്ടക്കടവ് TMH ആശുപത്രിയിലെ RMO ആയി ചികിത്സ നടത്തിയ വ്യാജ ഡോക്ടർ അബു എബ്രഹാം ലൂക്കാണ് അറസ്റ്റിലായത്. രോഗി ഡോക്ടറായ മകനും സുഹൃത്തുക്കളും നടത്തിയ അന്വേഷണത്തിലാണ് വ്യാജ ഡോക്ടറെ കുടുക്കിയത്. 23 സെപ്റ്റംബറിന് രാവിലെ തന്നെ അച്ഛന് നെഞ്ചുവേദനയും ശ്വാസം മുട്ടുമായിട്ട് ഇവിടുന്ന് വീട്ടിൽ നിന്ന് കൊണ്ടുപോയതാണ്. അപ്പോൾ വളരെ അടുത്താണ് TMH ആശുപത്രി, ഒരു 5-10 മിനിറ്റേ ഉള്ളൂ. അപ്പോൾ അവിടെ എത്തിച്ചു, സ്ട്രെച്ചറിലകത്തേക്ക് എടുത്തു. അപ്പോൾ ഇനീഷ്യലായിട്ടുള്ള ഒരു ഫസ്റ്റ് എയ്ഡ് ട്രീറ്റ്മെന്റ് കൊടുത്തില്ല എന്നാണ് അമ്മ ആ സമയത്ത് പറഞ്ഞത്. എന്നെ ഫോൺ വിളിച്ചു. ഞാൻ ആ സമയത്ത് ചണ്ഡീഗഡാണ്, ഞാൻ അവിടെ വർക്ക് ചെയ്യാണ്, ചണ്ഡീഗഡ് ഒരു ഡോക്ടറായിട്ട് വർക്ക് ചെയ്യാണ്. അപ്പോൾ ആ ഒരു സമയത്ത് കൊടുക്കേണ്ട ട്രീറ്റ്മെന്റ് കൊടുത്തില്ല എന്ന് പറഞ്ഞിരുന്നു. പിന്നെ ഇവിടെ വീട്ടിലേക്ക് ഞാൻ അന്ന് രാത്രിയാണ് എത്തിയത്. ഒരു 3-4 ദിവസത്തിന് ശേഷം വീട്ടിൽ വേറൊരു മെഡിക്കൽ എമർജൻസി വന്നപ്പോൾ അതേ ആശുപത്രി പോയപ്പോഴാണ് എൻ്റെ വൈഫും അവളും ഡോക്ടറാണ്. അവൾ ആ ഒരു ഡോക്ടറുടെ പേര്, അന്ന് നൈറ്റ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർ അബു എബ്രഹാം ലൂക്ക് എന്ന് പറഞ്ഞ ഡോക്ടറുടെ പേര് ആ ഒരു ഡോക്ടേഴ്സ് ലിസ്റ്റിൽ കണ്ടപ്പോൾ തന്നെ ആളെ മനസ്സിലായി. KMCT ആശുപത്രിയിൽ 2011 തൊട്ടിട്ട് ഇതുവരെ MBBS ബിരുദം പാസ്സാവാതെ, സെക്കൻഡ് ഇയർ പോലും പാസ്സാവാതെ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് അന്ന് അച്ഛന് ഫസ്റ്റ് എയ്ഡ് കൊടുത്തതെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അപ്പോൾ നമ്മളൊക്കെ ഒരു മെഡിക്കൽ എമർജൻസി ആയിട്ട് രാത്രി ഒരു മെഡിക്കൽ എമർജൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്കും രോഗിക്ക് ബുദ്ധിമുട്ട് തോന്നിയിട്ടാണ് ഒരു രാത്രിയൊക്കെ ഒരാൾ പോവുക ഒരു ആശുപത്രിയിൽ. അപ്പം നമ്മൾ ആ സമയത്ത് ദൂരെയുള്ള ആശുപത്രിയിലേക്കല്ല, ആളെ ഒന്ന് സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടി അടുത്തുള്ള ആശുപത്രി തന്നെ എപ്പോഴും പോവുക. അവിടുന്ന് സ്റ്റേബിൾ ആയതിനു ശേഷമാണ് ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിലേക്കൊക്കെ എത്തിക്കുക. അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മളൊരു ട്രസ്റ്റ് വെച്ചിട്ടാണ് പോണത് ഇതുപോലത്തെ ആശുപത്രിയിലൊക്കെ. നമ്മുടെ അച്ഛനെയോ അമ്മയോ വേണ്ടപ്പെട്ടവരെയോ നോക്കുന്ന വ്യക്തി ഒരു മിനിമം ക്വാളിഫിക്കേഷൻ ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടാവും. അപ്പം അത് ആ ഒരു ട്രസ്റ്റാണ് ഇതായിപ്പോയത്, ബ്രേക്കായിപ്പോയത്. അതേസമയം സംഭവത്തിൽ വിശദീകരണവുമായി കോട്ടക്കടവ് TMH ആശുപത്രി രംഗത്തെത്തി. അബു എബ്രഹാം ലൂക്ക് ആശുപത്രിയിൽ നൽകിയത് മറ്റൊരു ഡോക്ടറുടെ രജിസ്ട്രേഷൻ നമ്പർ ആയിരുന്നുവെന്ന് മാനേജർ മനോജ് ന്യൂസ് 18നോട് പറഞ്ഞു. കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലെ നിരവധി ആശുപത്രികളിൽ ഇയാൾ ഡോക്ടർ എന്ന വ്യാജേന ജോലി നോക്കിയിട്ടുണ്ട്. ഇയാളെ തേടി രോഗികൾ ആശുപത്രിയിൽ എത്തിയിരുന്നതായും മാനേജർ പറഞ്ഞു. ഹോസ്പിറ്റലിൽ RMOസിന് കിട്ടാനുള്ള ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മൾ മറ്റുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ ഒരു അവസാന വർഷ വിദ്യാർത്ഥികളെയോ അങ്ങനെയൊക്കെയാണ് എല്ലാ മിക്ക ഹോസ്പിറ്റലുകൾ വരുന്നത്. പക്ഷെ ഞങ്ങൾ ഇത്തരം നല്ല ഡോക്ടേഴ്സിനെ വെച്ചിട്ടാണ് ഞങ്ങൾ ചെയ്യാറ്. നമ്മൾ അയാൾ വന്ന് കുറേ ഹോസ്പിറ്റലുകളിൽ നല്ല പ്രകടനം കാഴ്ചവെച്ച ആളാണ്. ഞങ്ങൾ ഇവിടെ തന്നെ സ്വന്തമായിട്ട് അയാൾക്കായിട്ട് പേഷ്യന്റ് കാത്തു നിൽക്കുന്നുണ്ട്. അപ്പോൾ അയാളിപ്പോൾ ആഴ്ചയിലാകെ 2 ദിവസം ഉണ്ടാവുക. ഈ 2 ദിവസം കാത്തു നിൽക്കുന്ന ഇയാളെ മാത്രം വരുമ്പോൾ കാത്തു നിൽക്കുന്ന പേഷ്യന്റ് ഉണ്ട്. ഇത്രയും നല്ല ഇതാളുണ്ടായി. അപ്പോൾ അയാൾ ഞങ്ങൾക്ക് രജിസ്റ്റർ നമ്പർ തന്നിരുന്നു. അപ്പോൾ ഇതൊക്കെ ഉണ്ടാവും. ഞങ്ങൾ ആ രജിസ്റ്റർ നമ്പർ അങ്ങനെ വെരിഫൈ ചെയ്യാനുള്ളൊരു ഞങ്ങൾക്ക് ആയില്ല. പക്ഷെ അത് ഞങ്ങളുടെ അടുത്തുള്ളൊരു തെറ്റാണ്. പക്ഷെ പിന്നെയാണ് ഇത് ഇങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നത്. ഡിഗ്രി ഫൈനൽ ഇയർ എഴുതിയില്ല എന്നുള്ള ഒറ്റ ഇത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പം ഞങ്ങളെ വഞ്ചിച്ചതെന്നുള്ളതാണ് ഞങ്ങൾ കുറ്റം ഉള്ളത്. ഞങ്ങൾ സർട്ടിഫിക്കറ്റിന്റെ ഒരു പിഴവ് ഞങ്ങൾ സമ്മതിക്കുന്നുണ്ട്. ഞങ്ങൾ എന്താണ് ഞങ്ങൾക്ക് ഒരു വിജിലന്റ് ആയില്ല എന്നുള്ളൊരു പിഴവ് ഞങ്ങൾക്കുണ്ട്. MS സനീഷ് കുമാർ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. മനീഷ്, എത്ര വിശദീകരണം നൽകിയാലും ഒരു വ്യാജ ഡോക്ടർ ഇത്രയധികം നാൾ ഈ ആശുപത്രികളിൽ വിലസുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഇപ്പോൾ ഇയാളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടോ? ഇയാൾ ഇന്നലെ രാത്രി തന്നെ കസ്റ്റഡിയിലായിട്ടുണ്ട് പോലീസിന്റെ. ഇന്ന് ഉച്ചതിരിഞ്ഞ് കോടതിയിൽ ഹാജരാക്കും എന്നാണ് പോലീസ് പറയുന്നത്. അങ്ങേയറ്റം ഗൗരവതരമായ ഒരു കുറ്റമാണ് നടന്നിരിക്കുന്നത്. കാരണം കോഴ്സ് പൂർത്തിയാവാഞ്ഞ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ നടപടികൾ പോലും ചെയ്യാത്ത ഒരാൾ ഒരു ഡോക്ടർ എന്ന രീതിയിൽ 5 വർഷമായി RMOയായി ഈ ആശുപത്രിയിൽ സേവനം അനുഷ്ഠിക്കുകയാണ്. ഒപ്പം മറ്റ് ചില സ്വകാര്യ ആശുപത്രികൾ, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലെ സ്വകാര്യ ആശുപത്രികളിലും ജോലി നോക്കിയിരുന്നു. അത്തരം ആശുപത്രികളിലെ പരിചയസമ്പന്നത കണക്കിലെടുത്താണ് ഇവിടെ ജോലി നൽകിയത്. സർട്ടിഫിക്കറ്റ് പരിശോധിക്കുന്നതിൽ തങ്ങൾക്ക് പിഴവ് പറ്റി എന്ന് ആശുപത്രി വിശദീകരിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഏറ്റവും ഗുരുതരമായ മറ്റു ചില കാര്യങ്ങൾ കൂടി നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാവുന്നു. കാരണം ഈ RMOമാരായി രാത്രി ആശുപത്രിയിൽ തങ്ങൾക്ക് ജോലി ചെയ്യാൻ പര്യാപ്തമായ ഡോക്ടർമാരുടെ എണ്ണം കുറവാണെന്നാണ് ഈ മാനേജ്മെന്റുകൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ സമീപ പ്രദേശത്തുള്ള മെഡിക്കൽ കോളേജുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് പലപ്പോഴും ഈ കോളേജുകളിൽ എത്തുക എന്നും അവർ സമ്മതിക്കുന്നുണ്ട്. അത് വളരെ ഗുരുതരമായ ഒരു തെറ്റാണ്. അത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇത്തരം സാഹചര്യങ്ങൾ നൽകുന്നത് കൊണ്ടാണ് ഈ സ്വകാര്യ ആശുപത്രികളിൽ ആദ്യം തന്നെ പ്രാക്ടീസ് ആരംഭിക്കുന്ന ഈ വിദ്യാർത്ഥികൾ പിന്നീട് അവിടെ നിന്ന് പ്രാക്ടീസ് തുടർന്ന് മറ്റ് ആശുപത്രികളിലേക്കൊക്കെ പോകുന്ന ഒരു സാഹചര്യവുമാണ് നിലവിലുള്ളത്. എന്തായാലും വലിയ പിഴവാണ്. അത് ഒരു ഡോക്ടറുടെ ഇടപെടൽ കൊണ്ട് മാത്രമാണ് ഇത് പുറത്തു വന്നിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പിതാവ് മരിച്ച ശേഷം പിന്നീട് മറ്റൊരു
കുടുംബത്തിലെ ഒരാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും അവിടെ യാദൃശ്യമായി ഇദ്ദേഹത്തിന്റെ ഡോക്ടറായ ഭാര്യ എത്തുകയും ആ പട്ടികയിൽ തന്റെ സീനിയറായി പഠിച്ച ഒരാളുടെ ആ പേര് കാണുകയും അയാൾ കോഴ്സ് പാസ്സായിട്ടില്ല എന്ന് അവർക്ക് വ്യക്തമായി അറിയുകയും ചെയ്യാം. മറ്റ് തെളിവുകൾ പരിശോധിച്ചപ്പോൾ കൂടുതൽ അന്വേഷണങ്ങൾ നടത്തിയപ്പോഴാണ് ഇയാൾ 2 വർഷം മാത്രമാണ് പഠിച്ചതെന്നും ഒരുപാട് പേപ്പറുകൾ ഇനിയും എഴുതിയെടുക്കാനുണ്ട് എന്നും കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും സംസ്ഥാനത്തെ നിരവധി ആശുപത്രികളിൽ ഇത്തരത്തിലുള്ള മുറി വൈദ്യന്മാർ ചികിത്സ നടത്തുന്നു എന്ന വിവരങ്ങൾ തന്നെയാണ് നമുക്ക് പുറത്ത് ലഭിക്കുന്നതും. എന്തായാലും ഗൗരവതരമായ സംഭവമാണ് ഇത്. ഈ രോഗിയുടെ മകൻ ഒരു ഡോക്ടർ ആയതുകൊണ്ടും അയാളുടെ ബന്ധങ്ങൾ കൊണ്ട് അന്വേഷിച്ചുകൊണ്ട് മാത്രമാണ് ഈ RMO ആയി സേവനമനുഷ്ഠിച്ചിരുന്ന ഇയാൾ പിടിയിലാകുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വർഷങ്ങളായി ഈ മേഖലയിലെ പല ആശുപത്രികളിലും ഈ സർട്ടിഫിക്കറ്റ്, വ്യാജ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് ചികിത്സ നടത്തി വരികയായിരുന്നു ഈ വിരുദ്ധൻ. MS അനീഷ് കുമാറാണ് വിവരങ്ങൾ പങ്കുവച്ചത്. പൊതുയോഗം